അമ്പലപ്പുഴ നിയമസഭാ മണ്ഡലത്തെക്കുറിച്ചാണ്. അവിടെ ജി സുധാകരൻ UDF പിന്തുണയോടെ മത്സരിക്കുന്നു എന്നുള്ളത് CPM ഒരു ചെറിയ തലവേദനയാകുന്നു എന്നൊരു സംശയം. കാരണം അവിടെ വോട്ട് കുറയുകയോ അതല്ല നമ്മുടെ സ്ഥാനാർത്ഥി പരാജയപ്പെടുകയോ ചെയ്യുന്നത് സംഭവിക്കാൻ പാടില്ല എന്ന് CPM ജനറൽ സെക്രട്ടറി തന്നെ MV ഗോവിന്ദ മാസ്റ്റർ തന്നെ പറയുന്നു എന്ന് പറയുമ്പോൾ അത് ഒരു ചെറിയ കാര്യമല്ല. ആഷ്മി, അപ്പോൾ എന്തായിരിക്കും അങ്ങനെ ഒരു വാണിംഗ് പാർട്ടി സെക്രട്ടറി കൊടുക്കാൻ കാര്യം? SK എൻ്റെ ഒരു ഇൻസൈഡ് ഇൻഫർമേഷൻ ആണ്, ആധികാരികം തന്നെയാണ്. പക്ഷേ SK തൃശ്ശൂർ എന്താണ് അമ്പലപ്പുഴ അല്ല, തൃശ്ശൂർ ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മുമ്പ് മുഖ്യമന്ത്രി പിണറായി വിജയൻ മുഖ്യമന്ത്രി ആയതിനു ശേഷം ആദ്യമായാണെന്നാണ് സബ്ജക്ട് കറക്ഷൻ. തൃശ്ശൂർ ജില്ലാ കമ്മിറ്റി ഓഫീസിൽ പോകുന്നുണ്ട്. അതൊരു മുന്നറിയിപ്പ് കൊടുക്കാനാണ്. ആ മുന്നറിയിപ്പ് എന്ന് പറഞ്ഞാൽ സൂക്ഷിച്ചില്ലെങ്കിൽ സുനിൽകുമാർ തോൽക്കും എന്ന മുന്നറിയിപ്പായിരുന്നു അത്. SK അത് വെറുതെ ഉണ്ടാകുന്ന മുന്നറിയിപ്പല്ല, ചില ഇന്റലിജൻസ് ഔട്ട്പുട്ടുകളുടെ കൂടി ബലത്തിലുണ്ടായിരുന്ന മുന്നറിയിപ്പാണെന്നാണ് നമുക്ക് കിട്ടുന്ന വിവരം. SK ഞാനിപ്പോൾ ഇന്ന് പാർട്ടി സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ്റെ ആ മുന്നറിയിപ്പ് അവിടെ കേൾക്കുമ്പോൾ ഞാൻ പെട്ടെന്ന് തോർത്തു. പാർട്ടി സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ അങ്ങനെ പറയുന്നുണ്ടെങ്കിൽ കൃത്യമായ ചില IB ധാരണയുടെ അടിസ്ഥാനത്തിൽ തന്നെയാണ് അത് പറയുന്നത്. അത് പറയാനുള്ള കാരണം SK ജി സുധാകരൻ 30 വർഷം മണ്ഡലത്തെ കൈവെള്ള പോലെ വെച്ച ആളാണ്. അങ്ങനെ കൈവെള്ള പോലെ ഈ പറഞ്ഞ മുക്കുമൂലകൾ അതിൻ്റെ ക്രിസ് ക്രോസ് വളരെ ഭംഗിയായി അറിയാം എന്നത് മാത്രമല്ല, SK കഴിഞ്ഞ 40 വർഷം ആലപ്പുഴയിലെ പാർട്ടി എന്നാൽ സുധാകരനാണ്. ഈ പറയുന്ന തന്ത്രങ്ങൾ മെനയുന്നത് സുധാകരനാണ്. CPMന്റെ ഇലക്ഷൻ തന്ത്രങ്ങൾ മെനയുന്ന സുധാകരനാണ്. അപ്പോൾ ഇപ്പുറത്തു നിന്നും CPM മെനയുന്ന തന്ത്രങ്ങൾ ഏതൊക്കെയാണെന്ന് പ്രിയംറ്റീവായി മുൻകൂട്ടി കാണാനുള്ള കഴിവ് സുധാകരനുണ്ട്. അതിനെ മറികടക്കുന്ന രീതിയിലുള്ള പ്രചാരണ സ്ട്രാറ്റജി അദ്ദേഹം പ്ലാൻ ചെയ്യുന്നുണ്ട്. UDFലാണെന്ന് പറയുമ്പോൾ പോലും ഏത് മേഖലയിൽ എവിടെയൊക്കെ പ്രസംഗിക്കണം തീരുമാനിക്കുന്ന സുധാകരനാണ്. അവിടെ പ്രസംഗിക്കുന്നത് SK ഞാൻ കഴിഞ്ഞ കുറച്ച് നാളുകളായി സുധാകരന്റെ പ്രചരണ പ്രസംഗങ്ങൾ നോക്കുമായിരുന്നു. അദ്ദേഹം പോകുന്ന മേഖലകൾ ഓരോരോ പോക്കറ്റുകളാണ്. എന്ന് പറഞ്ഞാൽ പാർട്ടി വോട്ടിന്റെ പോക്കറ്റ് എവിടെയെന്നും പുള്ളിക്ക് വളരെ ഭംഗിയായി വളരെ നന്നായി അറിയാം. ഓരോരോ സമുദായ പോക്കറ്റ് എവിടെയാണെന്ന് അറിയാം. ഇപ്പോൾ മണ്ണഞ്ചേരി പോലുള്ള സ്ഥലങ്ങളുണ്ട്, SDPക്ക് വലിയ വോട്ടുള്ള സ്ഥലമാണ്. അവിടെ പോയി അദ്ദേഹം പ്രസംഗിക്കുന്നത് ഷാൻ വധക്കേസിൽ കഠിനമായി അപലപിക്കുകയും അതിന് കാരണക്കാരൻ HSLM MLA ആണ് എന്ന് പറഞ്ഞാൽ അദ്ദേഹം നോക്കിയതുകൊണ്ടാണ് അവരോട് ഒരു കേഡർ കൊല്ലപ്പെട്ടത് എന്നടക്കമുള്ള കാര്യങ്ങൾ പറയുകയും ചെയ്യുന്നുണ്ട്. അമ്പലപ്പുഴ പോലെ മേഖലയിൽ ഇപ്പോൾ പറയുന്നത്, അമ്പലപ്പുഴയിൽ പ്രസംഗിക്കുമ്പോഴേക്കും ഈ പറഞ്ഞ സജി ചെറിയാനെ HSLM പൊളിറ്റിക്കൽ ക്രിമിനൽ എന്നൊക്കെ വിളിക്കും. അതേസമയം നാസറിനെ പറ്റി മിണ്ടില്ല. അദ്ദേഹം പറയും നാസർ ഇവരെ പോലെ വലിയ കുഴപ്പമുള്ള ആളല്ല കേട്ടോ എന്ന് പറയും. ഒരു കാര്യം കൂടി ചേർക്കും, നാസർ എന്ന് പറഞ്ഞാൽ രാഘവൻ നാസർ എന്നാണ് അദ്ദേഹത്തിന്റെ പേര് എന്ന് കൂടി ചേർക്കും. അമ്പലപ്പുഴ ഒരു ഈഴവ ബെൽറ്റാണ് SK എന്ന് പറഞ്ഞാൽ ഓരോ സമുദായം. ഇപ്പോൾ ഇതൊക്കെ നേരത്തെ CPM ചെയ്തുകൊണ്ടിരുന്ന പണിയാണ്. അപ്പോൾ ഓരോ ബെൽറ്റിൽ പോയി എന്താണോ വേണ്ടത് അത് കൃത്യമായി ഡെലിവറി ചെയ്യാനുള്ള കഴിവ് അത് രാഷ്ട്രീയ ബുദ്ധി, രാഷ്ട്രീയ കൗശലം ജി സുധാകരനുണ്ട്. അത് CPMന്റെ തന്ത്രമാണ്. ആ തന്ത്രത്തിന് മുകളിൽ ജി സുധാകരൻ തന്ത്രം വെക്കുന്നത്. അതുകൊണ്ട് ഞാൻ മനസ്സിലാക്കുന്ന HSLM ഇപ്പോൾ തന്നെ പാർട്ടിയോട് പറഞ്ഞു, നമ്മൾ ഈ തെരഞ്ഞെടുപ്പ് രീതി ഇത് പോരാ, ഇതിനെ മറികടക്കുന്ന നൂതനമായ ചില സങ്കേതങ്ങൾ ഉണ്ടാവണം എന്ന് HSLM ഇതിനോടും ആവശ്യപ്പെട്ടു. പക്ഷേ ആ സങ്കേതം എന്താണ് എന്ന കാര്യം ഇപ്പോഴും അവർക്കൊരു ധാരണയാവുന്നില്ല. ഇപ്പോൾ SK എന്താ ഇന്നിപ്പോൾ MV ഗോവിന്ദൻ ആഞ്ഞടിക്കുന്നുണ്ട് എന്ന് പറഞ്ഞാൽ ജമാഅത്തെ ഇസ്ലാമിനോട് വോട്ട് വാങ്ങാണെന്ന് പറയുന്നു. ഇപ്പോൾ ഇന്നലെ പെയ്ത മഴയിൽ കുരുത്ത തകര എന്നൊക്കെ പറയാവുന്ന ഒരു DYFI നേതാവാണ്. ജി സുധാകരൻ അത്രയും വർഷത്തെ പഴക്കമുള്ളതാണ്. അദ്ദേഹം DYFI എന്ന് പറയുകയാണ് അദ്ദേഹം ഒരു പൊളിറ്റിക്കൽ സൈക്കോപാത്താണ് എന്ന് പറയുകയാണ്. വായിൽ തോന്നൊക്കെ വിളിക്കുകയാണ്. മുഖ്യമന്ത്രി ചെറ്റ നടക്കങ്ങൾ പറയുന്നുണ്ട്. SK ഈ ജി സുധാകരൻ എന്ന് പറഞ്ഞ ആള് ചെറ്റ എന്ന് വിളിക്കുന്ന വിളി, ഈ പൊളിറ്റിക്കൽ സൈക്കോപാത്ത് എന്ന് വിളിക്കുന്ന വിളി, അദ്ദേഹത്തിനെതിരെ വരുന്ന ഓരോ കൂരമ്പിനെയും എടുത്ത് അങ്ങോട്ട് തിരിച്ചുള്ള ആയുധമാക്കുകയാണ്. ഓരോ പ്രസംഗത്തിൽ പ്രസംഗിക്കുന്നു. പൊളിറ്റിക്കൽ പ്രസംഗമാണ്. ആ പൊളിറ്റിക്സിനെ മറികടക്കാൻ തൽക്കാലം CPMനോട് പറ്റുന്നില്ല എന്നുള്ളതാണ് MV ഗോവിന്ദന്റെ മുന്നിൽ അടിസ്ഥാനം. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.